നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാക് ഇന്ത്യ ഈ ഒരു സംഘർഷം ഉടലെടുത്തതോടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഇന്ത്യയുടെ ആയുധപ്പുര തുറക്കുന്നു, ആയുധങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുന്നു. ഓരോ ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാഗാസ്ത്ര 1 പറ്റിയിട്ടാണ്. ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിൻ്റെ നടുക്കം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. അതിനിടയിൽ പാകിസ്ഥാനിൽ കടന്നു ചെന്ന് ലാഹോറിനെ തുരുതുര ആക്രമിച്ചത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച നാഗാസ്ത്ര 1 ഇസ്രായേലി നിർമ്മിത ഹാരോപ്പ് ഡ്രോണുകൾ ഉപയോഗിച്ച്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാനും ഉപയോഗിച്ചത് നാഗാസ്ത്ര 1 2021 കരസേന ഇസ്രായേലിൽ നിന്ന് 100 സ്കൈ സ്ട്രൈക്കർ ഡ്രോണുകളാണ് വാങ്ങിയത്. നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസ് തദ്ദേശീയമായി നിർമ്മിച്ച 480 നാഗാസ്ത്ര 1 യൂണിറ്റുകൾ കഴിഞ്ഞ വർഷം കരസേനയ്ക്ക് കിട്ടി. ചാവേർ ഡ്രോണായ ഇത് ലക്ഷ്യത്തിൽ ഇടിച്ചു കയറി സ്ഫോടനം നടത്തുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആക്രമണത്തിൽ സ്വയം തകരും. ഈ നാഗാസ്ത്രയുടെ അവശിഷ്ടം കാണിച്ചാണ് ഇന്ത്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്ന് പാകിസ്ഥാൻ പറഞ്ഞത്. നിശ്ചിത ദൂരത്തിരുന്ന് നിയന്ത്രിച്ച് കൃത്യമായ ലക്ഷ്യത്തെ തകർക്കുന്ന ലോയിറ്ററിംഗ് മ്യൂണിഷൻ സിസ്റ്റം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബങ്കറുകൾ, ടാങ്കുകൾ, വ്യോമത്താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം തകർക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നിശബ്ദ കൊലയാളി എന്നുകൂടി നാഗാസ്ത്ര അറിയപ്പെടുന്നുണ്ട്. ശബ്ദമില്ലാതെ താണു പറക്കും. അതുകൊണ്ട് തന്നെ നാഗാസ്ത്രയെ കണ്ടുപിടിക്കുക പ്രയാസം. 5 മുതൽ 10 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുമായി 100 കിലോമീറ്റർ ദൂരത്തിൽ നീങ്ങും. ലക്ഷ്യം കണ്ടെത്തുന്നതുവരെ ആകാശത്ത് ചുറ്റിത്തിരിയും. AI സാങ്കേതിക വിദ്യയും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ത്യൻ വ്യോമസേനാ താവളങ്ങളിലേക്ക് ബുധനാഴ്ച രാത്രി പാകിസ്ഥാൻ മിസൈൽ അയച്ചിരുന്നു. ഇതോടെയാണ് പോരാട്ടം കൂടുതൽ രൂക്ഷവും വിപുലവുമായത്. അതേസമയം നമുക്ക് മറ്റൊരു വിവരവും കൂടി നോക്കാം. അതായത് പാകിസ്ഥാന് ഒരു കനത്ത നഷ്ടം സംഭവിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധം നമ്മുടെ രാജ്യം തകർത്തിരിക്കുകയാണ്. പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയിലാണ് പാകിസ്ഥാന് എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നഷ്ടമായത്. പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ചാണ് ഈ നിരീക്ഷണ ജെറ്റ് ഇന്ത്യ തകർത്തതെന്നാണ് റിപ്പോർട്ട്. എന്താണ് ഇതെന്ന് നോക്കാം. രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ദീർഘദൂര റഡാർ നിരീക്ഷണവും വ്യോമ പ്രതിരോധത്തിൻ്റെ കമാൻഡിങ്ങും നിയന്ത്രണവും സാധ്യമാക്കുന്ന ഒരുതരം വിമാനമാണിത്. ഇത്തരത്തിലുള്ള ഓരോ വിമാനത്തിനും കോടികൾ വില. പ്രത്യേക രീതിയിലുള്ള ശക്തമായ റഡാർ സംവിധാനങ്ങൾ ഈ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കും. കിലോമീറ്ററുകൾ അകലെ ആകാശത്തിലൂടെയും ഭൂമിയുടെ ഉപരിതലത്തിലൂടെയുമുള്ള അതിക്രമിച്ച് കയറലുകൾ അത് കണ്ടെത്തുക, അവയെ ട്രാക്ക് ചെയ്യുക, അതിന് ഈ റഡാറുകൾ സാധിക്കും. ഈ വിവരങ്ങൾ സെക്കൻഡുകൾക്കകം കരയിലോ കടലിലോ വായുവിലോ ഉള്ള മറ്റു കേന്ദ്രങ്ങൾക്ക് കൈമാറും. അതിക്രമിച്ച് കയറലുകൾക്കെതിരെയുള്ള സൈനികമോ അല്ലാത്തതുമായ നടപടികൾ ഏകോപിപ്പിക്കുന്നു. ഇത്രയും സങ്കീർണമായ കാര്യങ്ങൾ ഏതാനും സെക്കൻഡുകൾ കൊണ്ടായിരിക്കും ഇത് നിർവഹിക്കുന്നത്. AI പോലുള്ള സാങ്കേതിക വിദ്യ നിറഞ്ഞു നിൽക്കുന്ന ആധുനിക യുദ്ധമുഖത്തെ ഇത്തരം സംവിധാനങ്ങൾ വളരെ ആവശ്യമായ ഒന്ന് തന്നെയാണ്. തടസ്സമില്ലാത്ത സൈനിക പ്രതികരണം സാധ്യമാക്കുന്ന തരത്തിൽ ഒരു ഫ്ലൈയിങ് കമാൻഡ് ആൻഡ് കൺട്രോൾ ഹബ്ബായി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ആ വ്യോമ പ്രതിരോധം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് പാകിസ്ഥാൻ ഇന്നലെ രാത്രി നേരിട്ടത്. മറ്റ് രാജ്യങ്ങളുടെ വേൾഡ് ബാങ്കിൻ്റെ സഹായം കൊണ്ട് മാത്രം പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, പാകിസ്ഥാൻ ഒരു ദരിദ്ര രാജ്യമാണ്. കോടികൾ മുടക്കി ഇത്തരത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ സംഘടിപ്പിക്കാൻ അടുത്ത കാലത്തൊന്നും പാകിസ്ഥാന് കഴിയില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും കനത്ത നഷ്ടം തന്നെയാണ് പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എന്തായാലും ഇന്ത്യൻ വ്യോമസേനാ താവളങ്ങളിലേക്ക് ബുധനാഴ്ച രാത്രി പാകിസ്ഥാൻ മിസൈൽ അയച്ചതോടെയാണ് പോരാട്ടം അതിരൂക്ഷമാകാൻ തുടങ്ങിയത്. പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളോ കെട്ടിടങ്ങളോ പോലും ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടിരുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ തിരിച്ചു ചെയ്തത് അങ്ങനെയല്ലായിരുന്നു. ഇന്ത്യയുടെ സൈനിക തലത്തെ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. പോരാട്ടം വളരെ രീതിയിൽ വ്യാപിക്കാതിരിക്കാൻ വളരെ സംയമനത്തോടെ ഇന്ത്യ പെരുമാറിയപ്പോൾ പക്ഷേ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് പാകിസ്ഥാൻ തിരിച്ച് അടിച്ചത്. അതിനുള്ള മറുപടി പാകിസ്ഥാനെ എണ്ണി ഇന്ത്യൻ സൈന്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. വ്യോമസേനാ താവളങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതോടെ പാകിസ്ഥാൻ മറ്റൊരു പോരാട്ട മുഖം കൂടി തുറന്നിട്ടിരിക്കുന്നു. ആക്രമണങ്ങളെ സൈനികമായി തന്നെ ഇന്ത്യ നേരിടും. ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളും ഡ്രോണുകളും തകർത്തെന്നാണ് സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചത്. പാകിസ്ഥാനിലെ ലാഹോർ താവളത്തിലെ വ്യോമ പ്രതിരോധ സംവിധാനം മറുപടി എന്നോണം തകർത്തു. എന്തായാലും പാകിസ്ഥാനിനുള്ളിൽ നിന്നും സൈനിക സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആഭ്യന്തര പ്രശ്നമൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. പടിഞ്ഞാറൻ അതിർത്തിയിലുള്ളത് താലിബാൻ നിയന്ത്രിക്കുന്ന അഫ്ഗാനിസ്ഥാനാണ്. ഒരു കാലത്ത് പാകിസ്ഥാന്റെ പിന്നണിയിൽ മാത്രമായിരുന്ന താലിബാന് പാകിസ്ഥാൻ മാത്രമാണ് ലോകത്ത് മിത്രമായി ഉണ്ടായിരുന്നത്. അക്കാലത്ത് അഫ്ഗാൻ അതിർത്തിയിൽ പാകിസ്ഥാന് കാര്യമായ സൈനിക സാന്നിധ്യം പോലും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. 2021 താലിബാൻ കാബൂളിൽ തിരിച്ചെത്തി. അക്ഷരാർത്ഥത്തിൽ വേറിട്ട ഒരു തിരിച്ചുവരവായിരുന്നു അത്. പഴയ പാക് താലിബാൻ സംഘങ്ങൾ അഫ്ഗാൻ അതിർത്തിക്കുള്ളിലേക്ക് ഭീകരരെ അയക്കുന്നുവെന്നാണ്
താലിബാൻ പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം. ഇതേ തുടർന്നുള്ള സംഘർഷാവസ്ഥ തടയാൻ അഫ്ഗാൻ അതിർത്തിയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമായിരിക്കുകയാണ്. 2021 മുൻപ് അർദ്ധസൈനിക വിഭാഗങ്ങളായ ഫ്രോണ്ടിയർ കോറും പാക് റേഞ്ചേഴ്സും മറ്റും കാവൽ നിന്നിരുന്ന അഫ്ഗാൻ അതിർത്തിയിൽ ഇപ്പോൾ സൈനികരുണ്ട്. ഇതുകൂടാതെ പാകിസ്ഥാനുള്ളിൽ ബലൂജികൾ ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളിയും ശക്തമാണ്. വലിപ്പം കൊണ്ട് ഏറ്റവും വലുതും സാമ്പത്തികമായും വികസനപരമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്നതുമായ പാക് പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. ധാതു സമ്പത്തിൽ മുന്നിലാണ്. പക്ഷേ മറ്റു പ്രവിശ്യകളുടെ വികസനത്തിനും വിദേശികൾക്ക് ഖനനം ചെയ്യാനും വിട്ടുകൊടുക്കുന്നില്ല എന്ന ഒരു പരാതി ബലൂജികൾ ഉയർത്തുന്നുണ്ട്. അടുത്ത കാലത്ത് ചൈനീസ് ധാതുഖനന കമ്പനികൾ എത്തിയിരുന്നു. ഇതോടെ ബലൂജ് വർഗ്ഗക്കാരുടെ പഴയ വിഘടനവാദം വീണ്ടും തലപൊക്കി തുടങ്ങി. മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് മുൻപ് ട്രെയിൻ തട്ടിയെടുത്ത് ഒട്ടേറെ പാക് പൗരന്മാരെയും സൈനികരെയും വിഘടനവാദികൾ കൊല്ലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ ബലൂചിസ്ഥാനിലും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ പാക് നേതൃത്വം നിർബന്ധിതരായി. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യൻ അതിർത്തിയിൽ മൂന്നാം പോർമുന്നണി തുറക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുമോ എന്നതിൽ വലിയ ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അദൃശ്യ ശക്തി അവർക്ക് കരുത്ത് പകരുന്നുണ്ടോ എന്നൊരു ചോദ്യവും ശക്തമാകുന്നുണ്ട്. എന്താണ് എന്നറിയില്ല. എന്തായാലും പോരാട്ടം കടുക്കുകയാണ്. അതേസമയം ജമ്മുവിലെ സാംബ ജില്ലയിൽ 7 ഭീകരരെ അതിർത്തി സുരക്ഷാ സേന വധിച്ചു. നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് BSF വധിച്ചത്. 12ഓളം പേർ സംഘത്തിൽ ഉണ്ടായിരുന്നെന്നും ബാക്കി 5 പേർ രക്ഷപ്പെട്ടെന്നുമാണ് വിവരം. ഇവരെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കി. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് രാജ്യാന്തര അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായതെന്ന് BSF അറിയിച്ചു. ജമ്മു, പട്ടാൻകോട്ട്, ഉദ്ധംപൂർ എന്നിവിടങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ നിർവീര്യമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത്. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ ഇന്ത്യ പരാജയപ്പെടുത്തിയതിനു പിന്നാലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സൈന്യം വെടിവയ്പ് തുടങ്ങിയിരുന്നു. ജമ്മു കശ്മീരിലെ കുപ്വാര, ഉറി മേഖലകളാണ് പാക് സൈന്യം വീണ്ടും വെടിവയ്പ് നടത്തിയത്. ഇതിന് ശക്തമായ തിരിച്ചടി രാജ്യം നൽകുന്നു. ഉറിയിലെ ഷെല്ലാക്രമണത്തിൽ ചില ജീവൻ നഷ്ടപ്പെടുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഈ ഒരു സംഘർഷം തുടരുന്നതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവിയുമായും 3 സേനാ മേധാവിമാരുമായും കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നിർണായകമായി മാറി. എന്തായാലും രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ രാജ്യം സജ്ജമാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം, അതായത് അതെങ്ങനെ പരിഹരിക്കണം അല്ലെങ്കിൽ എങ്ങനെ അതിനെ നേരിടണം എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നേതാക്കന്മാർ നടത്തുന്നുണ്ട്. വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഡൽഹിയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. നഗരത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാരുടെയും അവധികൾ റദ്ദാക്കി. ജമ്മു ഉൾപ്പെടെ അതിർത്തി പങ്കിടുന്ന നിരവധി പ്രദേശങ്ങൾ ഷെല്ലാക്രമണത്തിന് വിധേയമായതിന് പിന്നാലെയാണിത്. യുദ്ധസ്മാരകമായ ഇന്ത്യ ഗേറ്റിലെത്തിയ സഞ്ചാരികളെയും അവിടുത്തെ കച്ചവടക്കാരെയും പ്രദേശത്തുള്ളവരെയും എല്ലാം ഒഴിപ്പിക്കുക എന്ന നിർദ്ദേശവും വെച്ചിട്ടുണ്ട്. സ്ഥലത്ത് ഗതാഗതവും നിയന്ത്രിച്ചിട്ടുണ്ട്. പ്രദേശം വിട്ടുപോകണമെന്ന് എല്ലാ ജനങ്ങൾക്കും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആരോഗ്യ ദുരന്ത നിവാരണത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ മജിസ്ട്രേറ്റുകൾ അവരുടെ കീഴുദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും പോലീസ് സേന സജീവമായിരിക്കും. അപകട സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും അധിക സേനയാണ് വിന്യസിച്ചിരിക്കുന്നത്. രാത്രി ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഡൽഹി സർക്കാരിന്റെ സേവന വകുപ്പ് തങ്ങളുടെ ജീവനക്കാർ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അവധിയിൽ പോകരുത് എന്ന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും എന്ത് സാഹചര്യവും നേരിടുന്നതിനും തയ്യാറായിരിക്കുന്നതിനായി പ്രത്യേക അവലോകന യോഗം നടന്നതായും വിവരമുണ്ട്. ദ്രുത പ്രതികരണ സംവിധാനങ്ങളിൽ ഉണ്ടായിരുന്ന പോരായ്മകളെല്ലാം തിരിച്ചറിഞ്ഞ് ഉടനടി പരിഹാരം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ അർദ്ധസൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള അധിക സേനയെ വിന്യസിച്ചിട്ടുണ്ട്. എല്ലാ സോണുകളിലെയും പ്രത്യേക കമ്മീഷണർമാർ 15 ജില്ലകളിലെയും ഡെപ്യൂട്ടി കമ്മീഷണറുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് എന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.